ഏട്ടാ എന്തുണ്ട്, സുഖമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടോ? ആ ആ, ചേട്ടന്റെ വീട് എവിടെയാ? ചേട്ടന്റെ വീട് എവിടെയാ? വീടാണെങ്കിൽ ആലപ്പുഴ. സഞ്ജു ബ്രോയുടെ സൗണ്ടിൽ പാട്ട് കേൾക്കണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? ആ, ചാരുനുണ്ടോ എന്റെ നമ്പർ അങ്ങ് എടുത്താ കൊള്ളാം. ഇത് സഞ്ജു പാടിയില്ലെന്ന് പറയരുത് കേട്ടോ. ഏത് പാട്ടാ പാടാൻ പോന്നെ? എന്റെ പൂമരം. ഓക്കെ, ഞാനും എൻ്റെ ആളും 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. കപ്പലിലാണ് ആ കുപ്പായക്കാരി, പങ്കായം പൊക്കി ഞാനൊന്നു നോക്കി. കൊള്ളാം. ഓക്കെ, ആകാശിന് ഇതിന് മുമ്പ് സഞ്ജുവിന്റെ പരിചയം ഉണ്ട്. ഒരു റിപ്ലൈ എന്തോ കൊടുത്തിട്ടുണ്ട് അല്ലേ ആകാശ? ചേട്ടനെ എനിക്ക് 2019 അക്ഷയചന്ദ്രൻ ചേട്ടന്റെ വഴി. ഞാൻ ആദ്യം വീഡിയോ കാണിക്കട്ടെ ആകാശേ? ഓ, ഇത് ഞാനങ്ങനെ പ്രതീക്ഷിച്ചില്ല. കാരണം നമ്മുടെ ഇന്ത്യൻ ടീം എന്ന് പറയുമ്പോൾ നമ്മളെ പെട്ടെന്ന് കളിക്കാൻ പോകുമ്പോൾ അവർ നമ്മുടെ മുകളിൽ ഇത്രമാത്രം ട്രസ്റ്റ് കാണിക്കുമ്പോൾ ഭയങ്കരമാണ്. നീയാണ് അടുത്ത് ഇറങ്ങാൻ പോകുന്നതെന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ കോൺഫിഡൻസ് അവിടെ എത്തി. അപ്പോൾ ഞാൻ അവിടെ എത്തിയപ്പോൾ നമ്മൾ ഡിസ്കഷൻ ഞാനവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ടീമൊക്കെ സൂപ്പർ ഓവർ ആയതുകൊണ്ട് തന്നെ പുറത്ത് പോകുമ്പോൾ ഡിസ്കസ് ചെയ്യില്ല ആരാണ് ബാറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ രോഹിത് ഭായിയും വിരാട് ഭായിയും KL രാഹുലും ഇവരാണ് ടീമിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആൾക്കാർ. അവരാണ് തീരുമാനിച്ചത് ഈ 3 പേരായിരിക്കും ബാറ്റ് ചെയ്യാൻ പോകുന്നതെന്ന്. അത് ഭയങ്കര ഒരു സന്തോഷം നൽകുന്ന ഒരു സംഭവമായിരുന്നു. സ്ട്രൈക്ക് ചെയ്യുമ്പോഴേ, ബാറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ മൈക്കിലൂടെ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, അത് ഞാൻ പറയട്ടെ. 2 ഉണ്ട്, അത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. മറ്റേ ഡൽഹി ഡേർഡെവിൾസ് കളിക്കുമ്പോൾ സഞ്ജു ചേട്ടനാണെങ്കിൽ കരുണാകരൻ ചേട്ടൻ്റെ അടുത്ത് പറയും ഡബിൾ ഓടാൻ പറയുന്നത്. ഏട്ടാ ഡബിൾ ഓടാ ഏട്ടാ. ഇങ്ങനെയൊന്നല്ല ഏട്ടാ, ഇതെന്തോ ഞാൻ പറഞ്ഞേട്ടാ. ചേട്ടന്റെ അടുത്ത് നോൺ സ്ട്രൈക്കറിൽ നിന്നപ്പം ചേട്ടൻ പറഞ്ഞു, ഏട്ടാ അവനെ കണ്ടില്ല ഏട്ടാ, ഫീൽഡേഴ്സിനെല്ലാം അവൻ അകത്തെടുത്തിട്ട് ഒരെണ്ണം കൊടുക്കട്ടെ ഏട്ടാ ഒരെണ്ണം. ഇത് തെറ്റായിരുന്നു. സഞ്ജു ബ്രോ സംസാരിക്കുമ്പോൾ സഞ്ജു ബ്രോ സൗണ്ടിൽ തന്നെ തിരിച്ചു പറഞ്ഞേ. ചോദിച്ചോ ബ്രോ, എന്തെന്നാടാ ഇത്? അങ്ങനെയൊക്കെ പോണ്. ശരി, താങ്ക് യു ബ്രോ, താങ്ക് യു കേട്ടോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സഞ്ജു ബ്രോയെ കാണാൻ വേണ്ടിയിട്ട് ഓൾ ഇന്ത്യ ലെവലിൽ വൈറലായിട്ടുള്ള ഒരു കുട്ടി വന്നിട്ടുണ്ട്. മെഹക് എന്നാണ് പേര്. ആയിക്കോട്ടെ. മെഹക് എവിടെ?